ഹായ് ഗൈസ്, ഫ്യൂച്ചർ മീ ഫ്രം ദ ഫ്യൂച്ചർ വീഡിയോ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സോണിയുടെ സ്പൈഡർമാനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഈ വീഡിയോയ്ക്കകത്ത്. അത് നമ്മുടെ വീഡിയോയുടെ എൻഡിങ്ങിനകത്താണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ ഇന്ന് April 1 ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പറയാൻ പോണ എല്ലാം ശരിയാണോന്നും എനിക്കില്ല. ചിലപ്പോൾ സോണി നമ്മളിട്ട് പറ്റിച്ചതും ആയിരിക്കാം. സോ ആ ഒരു കാര്യം എന്താണെങ്കിലും ഓർത്തോളം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ആഴ്ചയിലെ ന്യൂസ് അപ്ഡേറ്റ്സ് വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഭാഗത്തുനിന്നും അതുകൂടാതെ തന്നെ ഹോളിവുഡിൻ്റെ ഭാഗത്തു നിന്നെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ എംബ്രാനെ ചുറ്റിപ്പറ്റി കുറേയധികം കോൺട്രവേഴ്സികൾ പോകുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അതിൻ്റെ ആ ഒരു കോൺട്രവേഴ്സിയൊക്കെ എവിടെയെങ്കിലും എത്തട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു കമൻറ്റും ഞാൻ ചെയ്യാഞ്ഞത്. ആൻഡ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് മിക്കവാറും അത് സംഭവിച്ചിട്ടുണ്ട് ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ എമ്പുരാൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒത്തിരിയധികം കോൺട്രവേഴ്സി ഉണ്ടായത് കൊണ്ട് തന്നെ 17 സീൻസ് അവർ കട്ട് ചെയ്ത് സെൻസർ ചെയ്തിട്ട് അതിനകത്ത് കുറേയധികം വുമൻസിനെതിരായിട്ട് കാണിക്കുന്ന വയലൻസ് എല്ലാം ടോൺ ഡൗൺ ചെയ്യണമെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ആൻഡ് അതുകൂടാതെ തന്നെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ അതിനകത്ത് കാണിച്ചതും അത് കറക്റ്റായിട്ടില്ല. അതെല്ലാം കട്ട് ചെയ്തിട്ട് തിങ്കളാഴ്ച സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുമെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് സെൻസർ ചെയ്ത് എംബ്രാൻ്റെ വേർഷൻ ഇറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഓൾറെഡി ഇറങ്ങിക്കാണും. നിങ്ങൾ സെൻസേർഡ് ചെയ്ത വേർഷനാണോ അതോ സെൻസറിന് മുമ്പുള്ള വേർഷനായിരുന്നോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് അത് കൂടാതെ തന്നെ മോഹൻലാൽ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലായിരുന്നു. പുള്ളിക്കാരൻ പബ്ലിക്കലി വന്നൊരു ഒരു അപ്പോളജി ചെയ്യുമെന്നുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് കുറേയധികം പുതിയ ന്യൂസിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും പറയുള്ളൂ, ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു മനുഷ്യനെ കൊണ്ട് തന്നെ എനിക്കറിയാം സ്റ്റോറി പ്ലോട്ട് ലൈൻ അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചതിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ള ഒറ്റൊരു ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് ആക്ച്വലി തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ കോൺട്രവേഴ്സി എല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ. ആൻഡ് എനിക്കറിയില്ല, ചിലപ്പോൾ അതും സംഭവിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് മുമ്പേ ആണ്, അതുകൊണ്ട് തന്നെ. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഈ ഒരു കോൺട്രവേഴ്സിയെ കുറിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് ആക്ച്വലി ലൂസിഫർ സിനിമ ജെനുവൻലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു? ഈ ഒരു സെൻസർ ചെയ്തതിന് ശേഷം വരുന്ന സിനിമ കൊണ്ട് അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ കോൺട്രവേഴ്സിയൊക്കെ അവർക്ക് ശരിയാക്കാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഡാമേജ് ഈസ് ഓൾറെഡി ഡൺ. ഇനി അതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് ഡാമേജ് കൺട്രോൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെന്ന് എന്താണെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല. സോ ഇതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇനി അടുത്തൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ള ബോളിവുഡിൻ്റെ ഭാഗത്തും തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ഹീറോ, ആദ്യത്തെ ഇന്ത്യൻ സൂപ്പർ ഹീറോ ആയിട്ടുള്ള ക്രിഷ് തിരിച്ചു വരിക എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ഹൃത്തിക് റോഷൻ്റെ ഭാഗത്തും തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ക്രിഷിൻ്റെ 4ാം ഭാഗം അവർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് സ്റ്റോറി കാര്യങ്ങളെല്ലാം സെറ്റായിട്ടിരിക്കുക തന്നെയാണ്. ഇനി അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമയെ പ്രത്യേകമാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ നാളായിട്ട് അവർ ഡയറക്ടേഴ്സിനെ തപ്പിപ്പിടിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു ക്രിഷ് 4 ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ക്രിഷ് 4 ഡയറക്റ്റ് ചെയ്യാൻ പോണ മറ്റാരുമല്ല, ഹൃത്തിക് റോഷൻ തന്നെയായിരിക്കും. ഹൃത്തിക് റോഷൻ്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ ഡെബ്യൂവും കൂടിയായിരിക്കും ക്രിഷ് 4 സിനിമയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. ആൻഡ് അതുകൂടാതെ തന്നെ മറ്റൊരു വലിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇതുവരെ നമ്മൾ കണ്ടതിനേക്കാളും ഭയങ്കര വലിയ ബഡ്ജറ്റിലായിരിക്കും ഈ ഒരു സിനിമ വരാൻ പോകുന്നത്. ഒരു ഹോളിവുഡ് ലെവലിലുള്ളൊരു സിനിമയായിരിക്കും ക്രിഷ് 4 എന്നെല്ലാം ഉള്ള അപ്ഡേറ്റ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് എനിക്കറിയില്ല, ഇതിപ്പോൾ ക്രിഷ് 3 പോലെ ആകാതിരുന്നാൽ മതി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. എന്നിരുന്നാലും ആസ് ഒരു നമ്മൾ ചൈൽഡ്ഹുഡ് മുതൽ തന്നെ കണ്ടു വളർന്നിട്ടുള്ളൊരു സൂപ്പർ ഹീറോ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് കോയ് മിൽക്കി എനിക്കിഷ്ടമായിരുന്നു, ക്രിഷ് എനിക്കിഷ്ടമായിരുന്നു. ക്രിഷ് 3 ഞാൻ പറയുന്നില്ല, കാരണം അത് വൻ ദുരന്തമായിട്ടുള്ളൊരു പടം തന്നെയായിരുന്നു. ആൻഡ് അതുകൂടാതെ തന്നെ ഹൃത്തിക് റോഷൻ ഡയറക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്കറിയില്ല, പുള്ളിക്കാരൻ ഇതുവരെ നമ്മൾ കുറേയധികം ഡാൻസ് കോറിയോഗ്രാഫി, ആക്ടിങ് ഇതിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. സോ നമുക്ക് നല്ലൊരു പടമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൂടാതെ തന്നെ മറ്റൊരു അപ്ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, സിനിമയ്ക്കകത്ത് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വില്ലനെ ആയിരിക്കും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണേ എന്നുള്ളൊരു കാര്യം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റൂമേഴ്സ് വെച്ച് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ യാഷ് ആയിരിക്കാം, നമ്മുടെ KGFലെ യാഷ് ആയിരിക്കാം ഇതിനകത്ത് വില്ലനായിട്ട് വരുന്നതെന്ന് ചെറിയൊരു റൂമേഴ്സ് അപ്ഡേറ്റ് എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം സത്യമാവുമെന്നൊന്നും നമുക്കറിയില്ല. കുറച്ചും കൂടി കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടിയാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഹൃത്തിക് റോഷൻ ക്രിഷ് 4 ഡയറക്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു തീരുമാനമാണോ അല്ലയോ? നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണോ? ക്രിഷിൻ്റെ 3ാം ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വലിയൊരു അപ്ഡേറ്റ് ഓരോ ഗെയിമേഴ്സിനും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അത് മറ്റൊന്നുമല്ല, GTA 6ൻ്റെ പുതിയ ട്രെയിലർ എവിടെ?
ഒരു ട്രെയിലർ ഇറക്കിയിട്ട് 1.5 വർഷം കഴിഞ്ഞ് ഇപ്പോഴും നമുക്ക് അതിൻ്റെ പുതിയ ട്രെയിലർ കിട്ടിയിട്ടില്ല. ആസ് പെർ അവരുടെ റിലീസ് ഷെഡ്യൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം നമുക്ക് ഗെയിം കിട്ടേണ്ട തന്നെയാണ്. ആൻഡ് റീസെൻ്റ്ലി CEO ആയിട്ടുള്ള സ്ട്രോസ് Take-Two Interactiveൻ്റെ പുള്ളിക്കാരൻ ഒരു അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ കോമ്പറ്റീറ്ററിനെ പോലെ 1.5 വർഷം മുമ്പ് കുറേ ട്രെയിലേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഇറക്കാൻ ഞങ്ങൾക്ക് ഒരു രീതിയിലും താല്പര്യമില്ല. അതിൻ്റെ റിലീസിൻ്റെ അടുത്ത്, അതായത് ഒരു 1-2 മാസം മാത്രം ബാക്കി നിൽക്കേ നമ്മൾ ആക്ച്വലി ട്രെയിലർ ഇറങ്ങിയിട്ട് പിന്നെ ഹൈപ്പ് ബിൽഡ് ചെയ്യാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും അപ്രോച്ചും ആയിരിക്കും ഞങ്ങൾ GTA 6 വേണ്ടി എടുക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്ട്രോസിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുവരെയും GTAയുടെ പാറ്റേൺ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തികച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ ആണ് GTA 6 നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് മീഡിയ എന്ന് തന്നെ പറയാൻ പറ്റും ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 6. ഗെയിം എന്ന് പോലും പറയാൻ പറ്റില്ല, കാരണം ഗെയിം ഇഷ്ടപ്പെടാത്തവരും എന്താണെന്നുള്ള രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. സോ അതുകൊണ്ട് തന്നെ ഈ വർഷം ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇറങ്ങുവാണെങ്കിൽ തന്നെ അത് കൺസോളിലേക്ക് ആയിരിക്കും ആദ്യം വരാൻ പോകുന്നത്, പ്ലേ സ്റ്റേഷനും എക്സ്ബോക്സിലും ആയിരിക്കും ആദ്യം വരാൻ പോകുന്നത്. അതിനുശേഷം PC-യിലേക്കൊക്കെ വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ട്രെയിലർ അടുത്ത് കിട്ടട്ടെ. ട്രെയിലർ കിട്ടിക്കുന്നപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഉറപ്പിക്കാം 1-2 മാസത്തിനുള്ളിൽ നമുക്ക് എന്താണെങ്കിലും ഗെയിമും ലഭിക്കും എന്നുള്ളൊരു കാര്യം. സോ ഇതാണ് നമുക്ക് റോക്ക്സ്റ്റാർ ഗെയിംസിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുള്ള പുതിയ അപ്ഡേറ്റ്. സോ ജോയിനെ നമ്മൾ ആക്ച്വലി ഒറിജിനൽ സ്പൈഡർമാൻ മുതൽ തന്നെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. അതിനുശേഷം നമ്മൾ ജോയിൻ്റെ ചെറിയൊരു ടീസ് നമ്മുടെ എന്താ പറയുക ജസ്റ്റിസ് ലീഗിനകത്ത് ഡെഡ് സ്ട്രോക്ക് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ്റെ ആ ഒരു കരിയർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഫൈനലി പുള്ളിക്കാരനെ വൺ പീസിൻ്റെ സീസൺ 2, അതായത് വൺ പീസിൻ്റെ ലൈവ് ആക്ഷൻ ആയിട്ടുള്ള നെറ്റ്ഫ്ലിക്സിൻ്റെ ആ ഒരു സീരീസിലേക്ക് ക്രൊക്കഡൈലിൻ്റെ റോളിലേക്ക് കാസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്കറിയാം സീസൺ 1 അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹിറ്റ് ആയിരുന്നു. ആൻഡ് സീസൺ 2 നമുക്ക് അടുത്ത് തന്നെ ലഭിക്കുന്നത് തന്നെയാണ്. ആൻഡ് റീസെൻ്റ്ലി ജോ ഓടെ ആയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാൻ ഈ ഒരു ക്യാരക്ടറിൻ്റെ കുറച്ചും കൂടി എന്താ പറയുക ബാക്ക് സ്റ്റോറി അറിയണം, എങ്ങനെയാണ് ക്രൊക്കഡൈലിന് ആ ഒരു സ്കാർ കിട്ടിയിട്ടുണ്ടായിരുന്നത്, എന്തായിരുന്നു ഒറിജിനലി ക്രൊക്കഡൈലിൻ്റെ ആ ഒരു ഒറിജിനൽ സ്റ്റോറി, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഓടെ പുള്ളിക്കാരൻ മീറ്റ് ചെയ്തു എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ എവിടെയെങ്കിലും ഒന്ന് തിളങ്ങാൻ സാധിക്കണം. ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറായിട്ടാണ് എനിക്ക് തോന്നി. ഡെഡ് സ്ട്രോക്ക് ആയിട്ട് പുള്ളിക്കാരൻ പ്ലേ ചെയ്തു എന്നുള്ള ഒരു ടീസ് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് DC-ക്കകത്തെങ്കിലും പുള്ളിക്കാരൻ ഡെഡ് സ്ട്രോക്ക് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ അത് ജസ്റ്റ് ഒരു ടീസായിട്ട് മാത്രം പോയി. സോ ഞാൻ ഇത്രയും പ്രതീക്ഷിക്കുന്നത് ജോ നല്ലൊരു രീതിയിൽ നീതി പുലർത്തും ക്രൊക്കഡൈലിൻ്റെ ക്യാരക്ടറിൽ എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു ക്രൊക്കഡൈലിനെ നമുക്ക് ലഭിക്കട്ടെ. അത് കൂടാതെ തന്നെ വൺ പീസിൻ്റെ സീസൺ 2 പൊളിച്ചെടുക്കട്ടെ എന്ന് നമുക്ക് എന്താണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് റയാൻ കൂഗ്ലറിൻ്റെ ഭാഗത്തുനിന്ന് ബ്ലാക്ക് പാൻതർ സിനിമയെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിലല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായതെന്ന് പറഞ്ഞാൽ ഡെൻസൽ വാഷിംഗ്ടണിനെ നമുക്ക് ബ്ലാക്ക് പാൻതർ സിനിമയിൽ കാണാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം തന്നെ ഇപ്പോഴും റയാൻ കൂഗ്ലർ പറയണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ഡെൻസലിനെ ഈ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരും. ഡെൻസൽ ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ നമ്മുടെ ഈ ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് വരുന്നത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണെന്നൊക്കെ തന്നെയാണ് റയാൻ കൂഗ്ലർ പറയുന്നത്. ആൻഡ് ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന ഒരേ ഒരു ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർവൽ ഇതുവരെയും അവരുടെ പുതിയ ടൈം ലൈനിനകത്ത് ബ്ലാക്ക് പാൻതർ സിനിമ എപ്പോൾ വരും എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ അവർ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ആൻഡ് അത് മിക്കവാറും സീക്രട്ട് വേഴ്സിന് ശേഷം ആ ഒരു മ്യൂട്ടൻറ്റ് സാഗ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് എന്താണെങ്കിൽ ബ്ലാക്ക് പാൻതറിൻ്റെ ഒരു അപ്ഡേറ്റ് ലഭിക്കാൻ പോകുന്നത് തന്നെ. പക്ഷെ എന്നിരുന്നാലും ഡെൻസൽ വാഷിംഗ്ടണിന് ഈ ഒരു ക്യാരക്ടറിനെ ചെയ്യാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്താണെങ്കിലും വരും. കാരണം പുള്ളിക്കാരന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ഒരു ക്യാരക്ടർ ഇറക്കിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ ഞാനും ഇൻട്രസ്റ്റഡ് തന്നെയാണ് ഡെൻസലിനെ മാർവലിലേക്ക് വന്നതിനാൽ പുള്ളിക്കാരൻ്റെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് എത്ര നല്ലൊരു പെർഫോമൻസ് ഡെലിവറി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കാണാൻ വേണ്ടി തന്നെ. സോ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലേഡ് വരുന്നു, ബ്ലേഡ് ചാകുന്നു, ബ്ലേഡ് പിന്നെയും പുനർജനിച്ച് വരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് റീസെൻ്റ്ലി പുതിയൊരു അപ്ഡേറ്റ് വീണ്ടും മാർവലിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. ബ്ലേഡ് സിനിമ അവർ ഒരിക്കൽ കൂടി സ്ക്രാപ്പ് ചെയ്തു എന്ന്. ഞാൻ പറയുന്നത് അതിന് നല്ലൊരു സ്ക്രിപ്റ്റ് കാര്യങ്ങളെല്ലാം കിട്ടിയെന്നുള്ളൊരു കാര്യം. പക്ഷേ ഇതിപ്പോൾ ഒരു രീതിയിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് നമുക്ക് ബ്ലേഡിൻ്റെ കാര്യത്തിലുള്ള അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് അലി അണ്ണൻ ഇടയ്ക്ക് വന്നിട്ട് പറയുന്നു ബ്ലേഡ് തിരിച്ചു വരുന്നു, പിന്നെ നല്ല സ്ക്രിപ്റ്റ് കിട്ടി, ഷൂട്ടിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പടം വീണ്ടും സ്ക്രാപ്പ് ചെയ്തു. എന്നിരുന്നാൽ തന്നെ മാർവൽ ബ്ലേഡിൻ്റെ ക്യാരക്ടറിനെ വെച്ച് എന്തോ ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ എന്താണെങ്കിൽ അവർ അൺവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. സോ ഒരിക്കൽ കൂടി ബ്ലേഡിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. സോ കഴിഞ്ഞ ദിവസം നമുക്ക് മാർവലിൻ്റെ ഡൂംസ്ഡേയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു വലിയൊരു വീഡിയോ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിയാക്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ മെൻഷൻ ചെയ്യുക, സോ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറേ അവഞ്ചേഴ്സിനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അവഞ്ചേഴ്സൊക്കെ എവിടെ പോയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ പല ആൾക്കാരും ചോദിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു. കാരണം ഇതല്ലായിരുന്നു ഒറിജിനൽ ആയിട്ടുള്ള നമുക്ക് ഡൂംസ്ഡേയിൽ നമുക്ക് ലഭിക്കേണ്ട കാസ്റ്റ്. നമുക്ക് ഒത്തിരി അവഞ്ചേഴ്സിനെ അതിനകത്ത്
മിസ്സിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെയൊക്കെ അൺഒഫീഷ്യലി ആയിട്ട് മാർവൽ ഒരു രീതിയിൽ അനൗൺസും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സോ നമുക്ക് ജസ്റ്റ് ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഏതൊക്കെ അവഞ്ചേഴ്സ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ആക്ച്വലി ആ ഒരു അനൗൺസ്മെൻറ്റ് മിസ് ചെയ്ത് പോയെന്ന്. അതിൻ്റെ ലിസ്റ്റ് ഞാൻ വായിക്കാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നത് തന്നെയാണ്. സോ സ്റ്റാർട്ടിങ് തന്നെ പറയുന്നത്, ഞാൻ നേരത്തെ ആ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിസ് ഇവാൻസ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക കാസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം പുള്ളിക്കാരനെ കുറിച്ച് ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലാക്ക് വിഡോ സ്കാർലറ്റ് ജോഹാൻസനും തിരിച്ചു വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് സ്കാർലറ്റ് ജോഹാൻസന് എന്ത് പറ്റി എവിടെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് ലഭിച്ചിട്ടില്ല. ആൻഡ് പിന്നീട് എടുത്ത് പറയേണ്ടത് നമ്മുടെ സ്വന്തം ഹൾക്ക് മാർക്ക് റഫലോയെ കുറിച്ച് നമുക്കൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. ആൻഡ് ബെൻഡിക് കംബർബാച്ച് ഈ ഇടയ്ക്ക് ഒരു അപ്ഡേറ്റിനകത്ത് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ക്യാരക്ടറും തിരിച്ചു വരുന്നു എന്നുള്ളൊരു കാര്യം. അതിനെക്കുറിച്ച് നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയില്ല. ആൻഡ് സ്പൈഡർമാൻ ടോം ഹോളൻഡ്, അറ്റ്ലീസ്റ്റ് ടോം ഹോളൻഡ് നിങ്ങൾ വിചാരിച്ചു. ആൻഡ്രൂ ഗ്രാഫീൽഡിൻ്റെയും ടോബി മെക്കോറിനെയും ഞാൻ പറയുന്നത് ടോം ഹോളൻഡിൻ്റെ സ്പൈഡർമാൻ്റെ ക്യാരക്ടർ ഡൂംസ്ഡേയിൽ വലിയൊരു പാർട്ട് പ്ലേ ചെയ്യുന്നതാണ്. പക്ഷെ അതും അവർ എന്താണെങ്കിലും നമ്മുടെ ഇപ്പോൾ തന്നിട്ടുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എടുത്ത് പറയേണ്ടത് സ്കാർലറ്റ് വിച്ച്. നമുക്കറിയാം ഒരിക്കലും സ്കാർലറ്റ് വിച്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് സിനിമയ്ക്കകത്തൊന്നും മരിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം. സോ എലിസബത്ത് ഓൾസനും തിരിച്ചു വരേണ്ടത് തന്നെയാണ്. ആൻഡ് പോൾ ബെറ്റ്നി നമ്മുടെ വിഷൻ്റെ ക്യാരക്ടർ, അതിനുശേഷം നമ്മൾ വൈറ്റ് വിഷനെ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വിഷൻ്റെ ക്യാരക്ടറിനെ കുറിച്ചൊരു അപ്ഡേറ്റ് നമുക്ക് എന്താണെങ്കിലും നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ക്ലിൻറ്റ് ബർട്ടൺ നമ്മുടെ ഹോക്കൈ, അതിനെക്കുറിച്ചിട്ടുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. അത് പല സിനിമയ്ക്കകത്തും ഹോക്കൈ അവർ അവോയ്ഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് നമ്മുടെ മാർവലിൻ്റെ തന്നെ എന്താ ഫേസ് ഓഫ് ദ ക്യാരക്ടർ ആയിട്ടുള്ള ബ്രീ ലാർസൻ്റെ ക്യാപ്റ്റൻ മാർവൽ എവിടെ പോയോ എന്തോ. പിന്നെ ആരാണ് ജെയിംസ് റോഡ്സ് നമ്മുടെ വാർ മിഷനെ കുറിച്ചൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. പീറ്റർ ക്യൂൽ നമ്മുടെ സ്റ്റാർ ലോർഡ് എവിടെ പോയി, അത് വേറൊരു കാര്യം. അതിനുശേഷം നമ്മുടെ ഡെഡ്പൂൾ റയാൻ റെനോൾഡ്സ്, പുള്ളിക്കാരൻ എന്താണെങ്കിലും അത് വലിയൊരു റോള് പ്ലേ ചെയ്യുന്നുള്ളൊരു കാര്യം റയാൻ റെനോൾഡ്സ് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനെ കുറിച്ച് അപ്ഡേറ്റ് ഇല്ല. ആൻഡ് അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഹ്യൂ ജാക്ക്മാനെ കുറിച്ചും പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ എക്സ്മാൻ്റെയും തണ്ടർ ബോൾസിനെയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാസ്റ്റ് നമ്മളെ കാണിച്ച സമയത്ത് തന്നെ. ആൻഡ് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രോം ഭയങ്കര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. ആൻഡ് സ്ട്രോമിനെ കുറിച്ചും നമുക്കൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ ദ വൺ ആൻഡ് ഓൺലി നമ്മുടെ നിക് ഫ്യൂറി, സാമുവൽ എൽ ജാക്സൺ, നിക് ഫ്യൂറിയെ കുറിച്ച് നമുക്ക് അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചില്ല. പക്ഷേ ഈ പറഞ്ഞ കാസ്റ്റ് എല്ലാം ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലും സീക്രട്ട് വാർസിലും ഉള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. ആൻഡ് ഇവരെ ആർക്കും എന്താണെങ്കിലും റീപ്ലേസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഇവരെയൊന്നും എന്താണെങ്കിൽ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. സോ അതവർ മാറ്റി വെച്ചേക്കുമായിരിക്കും, ആ ഒരു ഹൈപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് സോണിയുടെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. യെസ്, സ്പൈഡർമാൻ്റെ 4ാമത്തെ പാർട്ടിൻ്റെ ഒഫീഷ്യൽ ടൈറ്റിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബ്രാൻഡ് ന്യൂ ഡേ എന്നാണ് ടൈറ്റിലിൻ്റെ പേര്. ആൻഡ് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ റിലീസ് ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ജൂലൈ 31, 2026 റിലീസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെയും അതുകൂടാതെ സീക്രട്ട് വാർസിൻ്റെ ഇൻ ബിറ്റ്വീൻ തന്നെയായിരിക്കും ഈ ഒരു സിനിമയുടെ ആ ഒരു റിലീസ് ഗ്യാപ്പ് അവർ വെച്ചിട്ടുള്ളത് തന്നെ. നമുക്ക് വേറെ കൂടുതൽ അപ്ഡേറ്റ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി വരാൻ പോകുന്ന ന്യൂസ് അപ്ഡേറ്റ് വീഡിയോയിൽ ബാക്കി നമുക്ക് കിട്ടാൻ പോകുന്ന ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ നമുക്ക് എന്താണെങ്കിലും ഫുള്ളി നമുക്ക് സംസാരിക്കാം. ഇത് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. സോ ഇത്രയും ന്യൂസും തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ഈ ആഴ്ച നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എംപുരാൻ്റെ കാര്യങ്ങളൊക്കെ അത് ഓൾറെഡി സംഭവിച്ചതിന് ശേഷം നിങ്ങൾ കാണുകയാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. നിങ്ങളുടെ അപ്ഡേറ്റ്സും നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് എന്താണെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യാതെ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.